ആൾക്കാർ എൻ്റെ അടുത്ത് വെരി ഗുഡ് ഗ്രേറ്റ് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് പറയുമ്പോൾ അങ്ങനെ എനിക്ക് മറുപടി തരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇത് ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം ബോർഡിൽ ചോക്ക് പിടിച്ച് ഒന്നും എഴുതാനായിട്ട് അറിയാതിരുന്ന എൻ്റെ മെറിറ്റ് പൂജ്യമാണ് അവിടെ. അതുപോലെ എക്സാമിന് 2 പാഠം മാത്രം പഠിച്ചു പോയി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെറിറ്റ് പൂജ്യമാണ് അവിടെ ഗ്രേസ് മാത്രമേ എനിക്ക് അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാനാണ് ആ സിറ്റുവേഷനിൽ ഇവിടെ കടന്നു പോയത്. എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഈശോയുടെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം കഴിഞ്ഞൊരു വർഷം ഈ ഒരു മാസം ഞാൻ ഇരുന്നൊരു അവസ്ഥയിൽ ഈ ഒരു വർഷത്തിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഉയർച്ച, എനിക്ക് വന്ന മാറ്റം ഭൗതികമായല്ല ആത്മീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു പിക്നിക്കിനോ പോയില്ല, ഞാൻ പള്ളികൾ മാത്രം പോയി. കാരണം എന്നെ കേൾക്കാൻ എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഈശോയ്ക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. ഒരു പുസ്തകമൊക്കെ ഉണ്ട്, കത്തുകളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. മാത്രമല്ല ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കായിരുന്നു, ഓർഫണേജുകളിൽ പോയിട്ട് കുട്ടികളെ സഹായിക്കായിരുന്നു. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിച്ചു. ഏറ്റവും ഉപരി എനിക്ക് പഠിപ്പിക്കാനായിട്ടൊരു കഴിവുണ്ടെന്ന് എനിക്ക് അറിയാം, ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ തോറ്റിരുന്ന കുട്ടികളെ പഠിക്കാനായിട്ട് ഞാൻ അവരെ സഹായിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഒരിക്കൽ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് കുറേ നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മാതാവിനെ നോക്കിയൊരു ഡയലോഗ്